ഹലോ മുത്തുമണീസ്, എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നോൽബൊക്കെ എങ്ങനെ പോകുന്നു കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാനും പലിച്ചൊക്കെ എണിച്ചിരിക്കുന്നു കേട്ടോ. അത്താഴത്തിന് സാമ്പാറും പപ്പടം പൊരിച്ചതും അച്ചാറും പിന്നെ ചായയും ഒരു പഴവും. അപ്പോൾ ഞങ്ങൾ മൂന്നാളും എണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ വേറെ എന്താണ്, എല്ലാവരും നോൽമ്പ് ക്ഷീണത്തിലൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയണം കേട്ടോ. അപ്പോൾ അധികം വീഡിയോ ഒന്നുമില്ല, ഒരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ പിന്നെ അത്താഴത്തിന് കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കടന്ന് പിന്നെ പിറ്റേ ദിവസം ഞാൻ വൈകുന്നേരം നോമ്പ് തുറ വീഡിയോ ആയിട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. അങ്ങനെ അപ്പം നിങ്ങൾ തമിഴിലല്ലേ എന്താ കള്ളൻ കപ്പലിങ്ങനെ എന്താണോ വിചാരിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഞാൻ ഒരു സംഭവം ഉണ്ടായി, പക്ഷെ അത് ഞാനിപ്പോൾ പറയണില്ല. ഞാൻ പറയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കും കേട്ടോ. അപ്പം നമ്മളായിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു സൂചന മാത്രം ഇട്ടത്. പറയാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ വെറുതെ എന്തിനാണ് വിഷമിപ്പിക്കണേ മറ്റുള്ളവരെയും കൂടി എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ നേരമൊക്കെ വെളുത്തു. പിന്നെ ബാക്കിയുള്ള പണി പോലെയൊക്കെ തന്നെ അടിക്കലും തുടക്കലും തരും. നമുക്ക് എപ്പോഴും നനച്ചുള്ളിപ്പണി തന്നെയല്ലേ. പിന്നെ ഞാൻ വൈകുന്നേരം നോമ്പ് തുറ കേട്ടോ. ഇന്ന് നമ്മൾ ഭൂരിയാട്ടോ ഉണ്ടാക്കണം. ഭൂരി മസാലയും പിന്നെ ചായ പിന്നെ പള്ളിക്കഞ്ഞി കേട്ടോ. പിന്നെ അപ്പോൾ റിൻഷി മോളും കുട്ടികളൊക്കെ പറഞ്ഞാൽ ഒരു ജ്യൂസ് അടിക്കുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ചുമ ആയതുകൊണ്ട് ഞാൻ കുടിക്കില്ല. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടിട്ട് അപ്പോൾ അവർക്കതൊരു സന്തോഷമല്ലേ പറഞ്ഞിട്ട് പിന്നെ ഞാനിതാ ഭൂരിയൊക്കെ ഉണ്ടാക്കി ചുട്ടെടുത്തു. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയായിട്ടില്ല കേട്ടോ. എന്തായാലും ആരാണ് എന്താണെന്നൊക്കെ നമുക്കറിയാം. നമ്മുടെ തുറന്ന് ശരിക്കും പറയണില്ല, എന്നാലും ആരും കണ്ടില്ലെങ്കിലും പടച്ചോൻ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇതിലിരിക്കുക കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ തൊടിയിൽ നിന്ന് 2-3 മാങ്ങ കിട്ടി കേട്ടോ. അപ്പോൾ അത് ഞാൻ ചാറ്റിൽ സാമ്പാറിലൊക്കെ ഇട്ടു. പിന്നെ 2 മുളക് ഇട്ട് വെറുതെ കഴിച്ചു, അത്താഴത്തിന് കഴിച്ചു. പിന്നെ ഇതാ നോമ്പ് തുറക്കുന്ന സമയമായപ്പോൾ ജ്യൂസൊക്കെ അടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവൾ പാലും ഓറിയോ ഷേക്കും ഒക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിക്കുകയാണ്. പിന്നെ ഞാൻ ഇത്തിരി വെള്ളം ഒന്ന് കലക്കിയിട്ടോ, ദാഹം ചൂടുള്ളത് കൊണ്ട്. പിന്നെ മഴയൊക്കെ അവിടെ ഇവിടെയൊക്കെ പെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ അവിടേക്ക് അത്ര മഴയൊന്നും ഇല്ല കേട്ടോ. ചൂട് തന്നെയാണ്. ഇനിയിപ്പോൾ പെയ്യുമോയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഞാൻ ചൂടായതുകൊണ്ട് വെള്ളം ഒന്ന് ചൂടുവെള്ളത്തിലാട്ടോ കലക്കിയത്. അപ്പോൾ അത് പള്ളിക്കഞ്ഞി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നോമ്പ് തുറക്കുമ്പോൾ വെള്ളം കുടിച്ചാലും ചെല്ലണ്ടേ. നമ്മുടെ മനസ്സിൽ ചെല്ലിയാൽ പോരെ, വലിക്കണമെന്നും ചെല്ലേണ്ട ആവശ്യമില്ലല്ലോ. നോമ്പ് തുറക്കുന്നത് നമ്മുടെ മനസ്സിൽ പറഞ്ഞിട്ടല്ലേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും തെറ്റിദ്ധരിക്കണ്ട. ഓരോരുത്തർക്ക് കുറ്റം പറയാൻ എന്താ കിട്ടുന്നതുകൊണ്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ നോമ്പൊക്കെ തുറന്നു. പിന്നെ ഞങ്ങൾ മുകളിൽ പോയിട്ടോ. ഞാൻ ഒരു 10 മണിക്ക് മുകളിൽ കയറി. നമ്മൾ ടാങ്കിൽ വെള്ളം അടിക്കാൻ വേണ്ടി കയറി കേട്ടോ. പിന്നെ നമ്മുടെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നിസ്കരിക്കണം, ത്രാവി നിസ്കാരം, ഏശ നിസ്കാരം, മഗ്‌രിബ് നിസ്കാരം ഒക്കെ നല്ല പളിച്ചെന്ന് കേൾക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മാസം ഉണ്ടല്ലോ അത് നന്നായി കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് റിയേഴ്സൊക്കെ ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികൾക്ക് തണ്ണിമത്തനൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. പിന്നെ റേസിൻ്റെ ഒരു സ്നേഹപ്രകടനമാണ് നിങ്ങൾ കാണുന്നത് മുകളിൽ പോയിട്ട്. പിന്നെ മുകളിൽ പോയാൽ പിന്നെ മാസം നല്ല കാണും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്താണ്, ഞാൻ അതിങ്ങനെ സൂം ചെയ്ത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത്ര ക്ലിയറിൽ കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ റേസ് കുട്ടി അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഫോൺ കൊടുക്കാത്തതിന്. അപ്പോൾ ഞങ്ങൾ ഈ നേരമായാൽ മുകളിൽ വരും കേട്ടോ. ഒരു 10-10:30 മുകളിലേക്ക് വരും. വെള്ളം എന്തായാലും മോട്ടർ അടിക്കണം. അപ്പോൾ കുടിവെള്ളം പിടിക്കാനും മുകളിൽ കയറിയ പോലെ ആയില്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് രാത്രി ഭംഗി കേട്ടോ കാണാൻ. അവിടെയൊക്കെ ലൈറ്റ് കത്തിയിട്ട് നല്ല രസമാണ് കാണാൻ, നല്ലൊരു അന്തരീക്ഷം കേട്ടോ. ഞങ്ങൾ മുകളിലേക്ക് വന്ന് കേട്ടോ. ഇത്തിരി ടാങ്കിൽ വെള്ളം നിറക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട് കേട്ടോ മുകളിൽ നോക്കുമ്പോൾ. ഞങ്ങൾ ടാങ്ക് നോക്കാൻ വേണ്ടി വന്ന കേട്ടോ മുകളിൽ വെള്ളം നിറയുന്നത്. ഇവിടെ നിന്ന് നല്ല ത്രാവിയൊക്കെ കേൾക്കൂട്ടോ. ത്രാവി നിസ്കാരം, ഏശ നിസ്കാരമൊക്കെ നിറഞ്ഞാൽ നോക്കടാ. അപ്പോൾ നിസ്കാരത്തിൽ കേട്ട് മുകളിൽ ഇങ്ങനെ കയറും. നല്ല വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.